ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ സ്കാൻ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള ചെറിയ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. സ്കാൻ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പ്രാക്ടിക്കലിലൂടെ തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയുള്ളതും കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ വാട്സപ്പിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കും അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ വാട്സപ്പിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കും അല്ലേ. അപ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ സൈസ് കൂടുതലായിരിക്കും. ആ സൈസ് കൂടുതലുള്ളതിനെ ചെറുതാക്കുക എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നല്ല പോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. കുറേ ദിവസമായി ഞാൻ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെയും KGTയുടെ അല്ലേ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് പുതിയ ക്ലാസ്സുകൾ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പരീക്ഷകളൊക്കെ അവരുടെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീഡിയോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുതിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത്. കുറേ ദിവസം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ഇട്ടിരുന്നില്ല. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് വേറെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. നല്ല ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും കേട്ടോ. DTP ചെയ്യുന്നവർക്കും ഓൺലൈൻ ആയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. പ്രിന്റിന്റെ ക്ലാസ് ഞാൻ മുന്നേ എടുത്തിരുന്നു. പ്രിന്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളൂ. എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ടൂൾസുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓരോ കമന്റുകളും ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്. കുറേ കമന്റുകൾക്ക് റിപ്ലൈ എനിക്ക് തരാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഞാൻ ഇത് നോക്കിയിട്ട് റിപ്ലൈ തരണ്ടേ. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികളെ വിളിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിച്ചോളൂ. വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് തന്നെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633655795. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറേ കുട്ടികൾ വിളിച്ചിരുന്നു, നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഓൾ ബട്ടണും ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ഓളും പിന്നെ എന്ത് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ക്ലാസ് മീൻസ് എന്താണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം. എൻ്റെ ഇന്നത്തെ ക്ലാസ് സ്കാൻ ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെ, ആ ക്ലാസ്സുമാണ്. അതുപോലെ തന്നെ പ്രിന്റ് ഔട്ട് നേരിട്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ജസ്റ്റ് പ്രിന്റ് ഔട്ടിന്റെ ഒരു ക്ലാസ് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്തത് ഡയറക്റ്റ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ വളരെ സൂം ആവും അല്ലേ, ഭയങ്കര സൂം ആവും. ആ സൂം ചെയ്യുന്നത് കുറയ്ക്കുന്നത് എങ്ങനെ, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് എന്താണ്, സ്കാൻ ചെയ്യുന്നത് എങ്ങനെ അല്ലേ. അപ്പൊ സ്കാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഫോട്ടോഷോപ്പിൽ കൂടെയാണ് ഞാൻ സ്കാൻ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കാൻ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഈ പോപ്പപ്പിലോ സ്കാനറിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ സ്കാൻ ചെയ്ത് ഇവിടെ ഈ ഭാഗത്ത് കിടക്കുന്നുണ്ടാവും. എല്ലാം നീ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവും. എന്തെന്ന് പറഞ്ഞെടുക്കുക, G2010 എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലെ, G2010 എന്നുള്ളതായിരിക്കും ഈ ഡെസ്ക്ടോപ്പിൽ കാണുക. ഇത് എൻ്റെ ഈ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എല്ലാം എടുക്കുന്നത് ഞാൻ ഫോട്ടോഷോപ്പിൽ കൂടിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇതുപോലെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ടാസ്ക് ബാറിലാണ് ഫോട്ടോഷോപ്പ് ഉള്ളത്. ഓക്കെ, ഫോട്ടോഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫോട്ടോഷോപ്പ് കുറെ പേർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോട്ടോഷോപ്പിന്റെ അടുത്ത ക്ലാസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് അല്ല, ഇനി അടുത്ത ക്ലാസ് അല്ല, കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് ഫോട്ടോഷോപ്പ് ഇങ്ങനെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഫയൽ എടുക്കുക.
ഫയലില് എന്ത് കൊടുക്കണം? ന്യൂ ഓപ്പൺ സേവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതില് അടിയിലേക്ക് പോരുക. ഇമ്പോർട്ട് എന്നാണ് ഇമ്പോർട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇമ്പോർട്ട് ആണ് കേട്ടോ. ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് കൊണ്ടുവരാം. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് അടുത്ത ഒരു ഇതിലേക്ക് പോവുക. ബോക്സിലേക്ക് പോകുമ്പോൾ കാനോൺ G2010 കണ്ടോ, കാനോൺ G2010 അത് ക്ലിക്ക് ചെയ്യുക. അപ്പോ ഇങ്ങനൊരു ബോക്സ് വരും കണ്ടോ. അപ്പൊ ഈ ഒരു ബോക്സ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടോ, ഈ ഒരു ഇമേജ് കണ്ടില്ലേ നിങ്ങള്? അത് മുന്നേ നമ്മൾ സ്കാൻ ചെയ്ത ഒരു മാറ്റർ ആയിരിക്കും കാണുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്തതായിരിക്കും, പുതിയ ഫ്രഷ് ആയിട്ടുള്ളത് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് എന്താണുള്ളത്? ഔട്ട്പുട്ട് റെസൊല്യൂഷൻ 300 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ 300 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി കിട്ടാനുള്ളതാണ് ഇവിടെ റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. 75 സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 75 സ്കാൻ ചെയ്യാം, 100 സ്കാൻ ചെയ്യാം, 150, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ 75 എന്താണ് കുറയ്ക്കുവാനായിട്ട് കുറയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര MB കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 300 ഇട്ടിട്ട് ചെയ്തിട്ട് കാര്യമില്ല. KB ഇത്ര KB ഒക്കെ എന്ന് പറയില്ലേ നമ്മൾ, 80 താഴെ ആക്കണം അല്ലെങ്കിൽ 50 താഴെ ആക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100 ഇട്ടിട്ട് എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യാം. ഓക്കെ. ഇനി അതിനും കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 75 ഇട്ടിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ 75 ഇട്ടിട്ട് അത് ഞാൻ വേറെ ക്ലാസ് ഇട്ട് തരാം. 75 ഇട്ടിട്ട് സ്കാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 300 ഇട്ടിട്ട് നല്ല റെസൊല്യൂഷൻ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ 300 ഇട്ടിട്ട് സ്കാൻ ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ എല്ലാതും 300ലാണ് ഞാൻ സ്കാൻ ചെയ്യാറ്. പിന്നെ നമുക്ക് KB കുറയ്ക്കണം, ഇത്ര KB 100 KB താഴെ വരേണ്ടതൊക്കെ പറയുമ്പോഴാണ് 100 75 ഇട്ടിട്ട് ചെയ്യാറ്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇപ്പോ ഞാൻ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? പ്രിവ്യൂ ആണ്. പ്രിവ്യൂ എന്ന് ഇവിടെ ഉണ്ടാവും, പിന്നെ സ്കാൻ ഉണ്ടാവും. എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പ്രിവ്യൂ, സ്കാൻ. നിങ്ങൾ സെപ്പറേറ്റ് സ്കാൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്കാനർ സ്കാൻ ചെയ്യുന്നതും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മെഷീനും അല്ല 3-4 എണ്ണം അല്ലെ, 3 പ്രാവശ്യം 3 ഐറ്റംസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നോക്കുമ്പോൾ പ്രിവ്യൂ ഉണ്ടാവും, സ്കാൻ ഉണ്ടാവും. ഓക്കെ. എന്ത് സോഫ്റ്റ്വെയർ എടുത്താലും എന്തുണ്ടാവും? പ്രിവ്യൂ ഉണ്ടാവും, സ്കാൻ ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പൊ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്കാനറിൽ കമത്തി വെച്ചിട്ടുണ്ട് അല്ലെ. അത് ഞാൻ കാണിച്ചു തരാം, ഡയറക്റ്റ് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്ന ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം? കമത്തി വെക്കുക അല്ലെ. കമത്തി വെച്ചതിന് ശേഷമാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ പ്രിവ്യൂ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇല്ലേ? വന്നിട്ടുണ്ട്. അപ്പൊ ഇത് തല തിരിഞ്ഞാണ് വന്നിട്ടുള്ളത് കേട്ടോ, ഇങ്ങനെ മറഞ്ഞാണ് വന്നിട്ടുള്ളത്. അപ്പൊ മറഞ്ഞാണ് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ടില്ലേ? റൊട്ടേഷൻ ആണ് കണ്ടോ. ഞാൻ ഈ ഒരു റൊട്ടേഷൻ ഇമേജ് കണ്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു, ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ നേരെ വന്നു കേട്ടോ. അപ്പൊ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നേരെ വരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ട പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 2 arrow വരുമ്പോൾ എനിക്ക് ഇത്രയും ഭാഗം മതി എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം സ്കാൻ ചെയ്യാം. സെലക്ട് ചെയ്ത് വെക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം സ്കാൻ കൊടുക്കുക. എന്താണ്? സ്കാൻ. ഇപ്പൊ ഞാൻ ഫുൾ ആയിട്ടാണ് എനിക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നത് ഫുൾ ആയിട്ടാണ്. അതിനുശേഷം സ്കാൻ ക്ലിക്ക് ചെയ്യുക. എന്താണ്? സ്കാൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇപ്പൊ സ്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കളർ കുറവാണ് അല്ലെ. കളർ ഭയങ്കരമായിട്ട് കുറവാണ്. നമുക്കൊന്ന് സൂം ചെയ്യണം. ഫോട്ടോഷോപ്പിലാണ് ഇപ്പൊ ചെയ്യുന്നത്. സൂം ചെയ്യണമെങ്കിൽ കൺട്രോള് പ്ലസ് പ്രസ് ചെയ്യാം. കണ്ടോ? കൺട്രോള് പ്ലസ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഇത്രയും കണ്ടോ, ഈ ചെയ്തിരിക്കുന്നത്, ഈ സ്കാൻ ചെയ്തത് ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ സ്കാൻ ചെയ്ത പേപ്പർ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള പേപ്പറാണ്. അതുകൊണ്ടാണ്. അപ്പൊ സ്കാൻ ചെയ്യാൻ വെക്കുന്ന പേപ്പർ നല്ല ക്ലാരിറ്റിയോട് കൂടി വെക്കാൻ നോക്കുക. എന്താണ് ക്ലാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കളർ ഉണ്ടായിട്ട് നല്ല വ്യക്തതയോടുകൂടി ആയിരിക്കണം വായിക്കാനുള്ളത് അല്ലെ. അപ്പൊ സ്കാൻ ചെയ്യുന്ന പേപ്പറിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഡാർക്ക് ആക്കണം അല്ലെ. അപ്പൊ കൺട്രോൾ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂം ആവും. കണ്ടില്ലേ? കൺട്രോൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? ചെറുതാവും.
അത് മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. കൺട്രോൾ പ്ലസ് സൂം, കൺട്രോൾ മൈനസ് സൂം ഔട്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? നെക്സ്റ്റ് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? കൺട്രോൾ എം ക്ലിക്ക് ചെയ്യുക. എന്താണ് എം? കർവിന്റെ ഇതാണ് കർവിന്റെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതുപോലൊരു വര കാണുന്നുണ്ട് അല്ലേ? വര കാണുന്നില്ലേ? അത് കഴിഞ്ഞ് അത് നോക്കിയേ, ഇതിനെ ഈ വരയുടെ അവിടെ നിന്ന് കുറച്ചും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ഡാർക്ക് ആക്കാം. കണ്ടോ? കുറച്ചുകൂടി താത്തി വരുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ബോക്സ് നിങ്ങൾ നീക്കി വെക്കുക. കണ്ടോ? അപ്പൊ നോക്കി, ഇവിടെ ഡാർക്ക് ആവുന്നുണ്ട് അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണ് ഡാർക്ക് ആക്കുന്നത്. അതിനുശേഷം എന്ത് കൊടുക്കണം? ഓക്കെ കൊടുക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താണ്? ഫസ്റ്റത്തെ A4 ഷീറ്റ് എങ്ങനെയാണ് സ്കാൻ ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, സ്കാൻ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ നേരത്തെ അല്ലെ A4. അതിന് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ പറയാ, ആധാർ, പാൻ കാർഡ്, അങ്ങനെ കുറെ കാര്യം ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ഇതായിട്ടുള്ളത് കാർഡുകൾ. അതെങ്ങനെയാണ് ഒരു A4 ഷീറ്റ് രണ്ടെണ്ണമായിട്ട് എടുക്കാൻ നോക്കാം. എന്താണ്? ഒരു പുറം സ്കാൻ ചെയ്തു, അടുത്ത മറുപുറം കൂടി സ്കാൻ ചെയ്തിട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം കേട്ടോ. ഫയൽ എടുക്കുക, നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് എടുക്കുക, കാനോൺ G2010 എടുക്കുക അല്ലെ? സെയിം തന്നെ, നേരത്തെ എടുത്തില്ല അതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്. റെസൊല്യൂഷൻ എടുത്തു, അതിനുശേഷം റെസൊല്യൂഷൻ 300 എടുക്കുന്നുണ്ട്, പ്രിവ്യൂ കൊടുക്കാം. ഇനി പിന്നെ പറയേണ്ട കാര്യമില്ല, മുന്നത്തെ പോലെ തന്നെയാണ്. അതുപോലെ ഇതേപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. കണ്ടോ? എത്ര ഭാഗമാണ് വേണ്ടത് അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? സ്കാൻ കൊടുക്കണം. കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ നിന്ന് ഫയൽ എടുത്തിട്ട് ന്യൂ കൊടുക്കാം. ന്യൂ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചിലപ്പോ US പേപ്പർ എന്നൊക്കെ ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. കണ്ടോ? ഈ പ്രൊസറ്റിന്റെ അവിടെ ഇവിടെ ഇന്റർനാഷണൽ പേപ്പർ ഇട്ടതിന് ശേഷം ഇവിടെ സൈസില് A4 എങ്ങനെ A4 A3 ഒക്കെ ഇടാം കേട്ടോ. അപ്പൊ A4 സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇന്റർനാഷണൽ പേപ്പറിന്റെ ഉള്ളിലായിരിക്കും A4 കിടക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു A4 ഷീറ്റ് വന്നു. ഇനി ഈ മൂവ് ടൂൾ എടുത്തിട്ട് എന്ത് കൊടുക്കണം? ഇങ്ങനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. കണ്ടോ? ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പൊ എന്ത് വന്നു? ഇവിടേക്ക് എന്ത് വന്നു? കണ്ടോ? ഈ ഒരു ഇത് വന്നു അല്ലെ? കാർഡ് വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ ഇമേജ് ഇവിടേക്ക് വന്നു. ഇനി ഈ ഒരു ഫസ്റ്റത്തെ സ്കാൻ ചെയ്ത് നമ്മൾ കളഞ്ഞു. ഇവിടുത്തെ ഇൻഡ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നോ കൊടുത്തു. ഇത് ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. സ്കാൻ ചെയ്ത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് അടുത്തത് മറുപുറം വെക്കാം. ഫയൽ എടുക്കുക, സ്കാൻ ചെയ്യുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര ആണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്കാൻ കൊടുക്കുക. വന്നില്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി ഈ ഒരു ബോക്സിൽ നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ. അതിനുശേഷം മൂവ് ടൂൾ എടുത്തു, ഇങ്ങനെ ഇതുപോലെ തന്നെ മൂവ് ചെയ്ത് വെക്കും. കണ്ടോ? ഇങ്ങനെയും ചെയ്തു. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് ഒരു A4 ഷീറ്റിൽ രണ്ട് ഭാഗമായിട്ട് അല്ലെ, മറുപുറം സ്കാൻ ചെയ്ത് കയറ്റുന്നതും രണ്ട് ഭാഗമായിട്ട് സ്കാൻ ചെയ്ത് കയറ്റുന്നതും. ഇനി കുറെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്തിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് ഇവിടേക്ക് ഇടാം കേട്ടോ. ഈ ഭാഗത്ത് അടിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ചറുകൾ ഇങ്ങനെ ഇട്ടിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്കാൻ ചെയ്യുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, കുറെ പേർക്ക് അറിയില്ല. ഡയറക്റ്റ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ എന്താ വരുന്നത്? പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ സൂം ആയിട്ട് വരും അല്ലെ? അപ്പൊ ആ സൂമിനെ നമുക്ക് എന്ത് ചെയ്യണം? അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് A4 ഷീറ്റ് രണ്ട് ഭാഗമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ എടുത്തുകൊണ്ട് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൺട്രോൾ T കൊടുക്കുക. കണ്ടോ? കൺട്രോൾ T. അപ്പൊ ഇവിടെ കണ്ടോ ഒരു സെലക്ഷൻ വന്നു. ട്രാൻസ്ഫോം എന്നാണ് അതിൻ്റെത്. അപ്പൊ സെലക്ഷൻ വന്നു. അതിനുശേഷം ഇവിടെ ഈ കോർണറിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പ് മാറും. ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിക്കാം. ഇവിടെ ഈ ഏരോയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കാം. ആദ്യം തന്നെ ഈ ഏരോയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ച് 2 ഏരോ വരുമ്പോൾ മാത്രമേ ഷിഫ്റ്റും ഓൾട്ടും പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അപ്പൊ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? ചെറുതാക്കാനും പറ്റും. ഇതേപോലെയാണ് നമ്മൾ ചെറുതാക്കിയെടുക്കുക. എന്നിട്ട് എത്രത്തോളം മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ ആ സെലക്ഷൻ പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൊണ്ടുവയ്ക്കാം.
ക്ലിയർ ആയോ? ഓക്കെ. അതിനുശേഷം ഫയൽ എടുക്കുക, പ്രിന്റ് കൊടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇവിടെ പ്രിന്ററിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് സ്കാൻ ടു ഫിറ്റ് മീഡിയ, പേജ് സെറ്റപ്പിന്റെ ഉള്ളില് ഗ്രേ സ്കെയിൽ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ, എന്ത് കളർ ഇല്ലാതെ കിട്ടുള്ളൂ. കളർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേ സ്കെയില് ഓൺ ആക്കരുത് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേണ്ടത്, അപ്പൊ ഗ്രേ സ്കെയിൽ ഓൺ ആക്കിയിടുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. കളർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേ സ്കെയിൽ ഓഫ് ആക്കിയിടുക. ഓക്കെ, ഞാൻ ഓക്കെ കൊടുക്കുന്നില്ല, ഇപ്പൊ ഞാനത് പറഞ്ഞു തരാം കേട്ടോ, മെഷീനൊക്കെ കാണിച്ചു തരാം. ക്ലിയർ? നല്ല പോലെ പഠിക്കണം കേട്ടോ.